ജയിൽ സുരക്ഷയെ ചോദ്യമുനമ്പിലാക്കിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷാ ബ്ലോക്കിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പുലർച്ചെ 1:15 ജയിലിലെ സകല സുരക്ഷാ വലയവും നിഷ്പ്രഭമാക്കി രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിയെ പോലീസ് കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ്. കണ്ണൂരിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പഴയ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് കൊടും കുറ്റവാളിയെ കണ്ടെത്തിയത്. 7.5 മീറ്റർ നീളമുള്ള ജയിലിലെ മതിലിൽ പുതപ്പ് പിരിച്ചുകെട്ടി ഊർന്നിറങ്ങിയാണ് കൊടും ക്രിമിനൽ രക്ഷപ്പെട്ടത്. ജയിലിന് പുറത്ത് നിന്ന് ഇയാൾക്ക് ഇതിന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ. സമയം പുലർച്ചെ 1:15. 10B ബ്ലോക്കിന്റെ അതിസുരക്ഷാ സെല്ലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയത് സെല്ലിന്റെ കമ്പി മുറിച്ച്. അരം പോലുള്ള ഏതോ ആയുധം ഉപയോഗിച്ചാണ് സെല്ലിന്റെ അഴി മുറിച്ചതെന്നാണ് കരുതുന്നത്. 10ാം ബ്ലോക്കിൽ വെളിച്ചമില്ലാതിരുന്നത് പ്രതിയുടെ പണി എളുപ്പമാക്കി. മുറിക്കാനുള്ള എളുപ്പത്തിന് കമ്പി മാസങ്ങളോളം ഉപ്പിട്ട് തുരുമ്പെടുപ്പിച്ചിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. മുറിച്ച കമ്പി വളച്ച് വിടവുണ്ടാക്കി പുറത്തു ചാടി. ഈ സമയം സെല്ലിൽ മറ്റൊരു തടവുകാരനും ഉണ്ടായിരുന്നു. തുടർന്ന് വെള്ളമെടുക്കാൻ സൂക്ഷിച്ചിരുന്ന ഡ്രമ്മിൽ ചവിട്ടി ജയിലിനുള്ളിലെ മതിൽ ചാടി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. പകർച്ചവ്യാധികൾ ഉണ്ടായാൽ മാത്രം തടവുകാരെ പാർപ്പിക്കുന്ന ബ്ലോക്കാണിത്. അലക്കാനിട്ടിരുന്ന കമ്പിളിയും തുണിയും കൂട്ടിക്കെട്ടി വടം പോലെയാക്കി കയ്യിൽ കരുതി. ക്വാറന്റൈൻ ബ്ലോക്ക് വളപ്പിൽ മതിലിന്റെ ആകാശവാണിക്ക് സമീപത്തുള്ള ഭാഗത്തെ മരത്തിൽ കയറി. പുതപ്പ് പിരിച്ചു കെട്ടിയുണ്ടാക്കിയ തുണി വടം മതിലിനു മുകളിലെ ഇരുമ്പ് വേലിയിൽ എറിഞ്ഞു കുരുക്കി. 7.5 മീറ്റർ ഉയരമുള്ള മതിലിന് മുകളിലെ ഇലക്ട്രിക് ഫെൻസിൽ ഈ സമയം വൈദ്യുതി പ്രവഹിച്ചിരുന്നില്ല. മുകളിലെ വേലിയിൽ അള്ളിപ്പിടിച്ച് കയറിയ ഗോവിന്ദച്ചാമി അതേ പുതപ്പ് വടം നന്നായി കെട്ടി ഉറപ്പിച്ച ശേഷം മതിലിന് പുറത്തേക്കിട്ട് ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാറാവുകാരും ഇതൊന്നും അറിഞ്ഞില്ല. ജയിൽ അധികൃതർ പ്രതി ചാടിപ്പോയ വിവരം അറിയുന്നത് പുലർച്ചെ 5 മണിയോടെ മാത്രം. ഞെട്ടിത്തെരിച്ചുപോയ ജയിൽ വാർഡന്മാരും മറ്റുദ്യോഗസ്ഥരും ജയിൽ വളപ്പ് അരിച്ചു പെറുക്കി. വയർലെസ് സൈറ്റുകളിൽ അടിയന്തര സന്ദേശങ്ങൾ പാഞ്ഞു. കണ്ണൂർ റേഞ്ചിലും സംസ്ഥാനത്തുടനീളവും പോലീസിന് ജാഗ്രതാ നിർദ്ദേശവും കിട്ടി. ജയിൽ പരിസരവും സമീപ പ്രദേശങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയും പരിശോധിക്കാനും നിർദ്ദേശം ലഭിച്ചു. 7:30 മാധ്യമങ്ങളിൽ വാർത്ത വന്നു. പോലീസ് പൊതുജനങ്ങൾക്കായി നൽകിയ അറിയിപ്പ് ഇങ്ങനെ: കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകാരനായ C46 ഗോവിന്ദസ്വാമി ഇന്നേ ദിവസം 25/7/2025 ജയിൽ ചാടി രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. ടിയാനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടേണ്ടതാണ്. 9448999506. കൊടും കുറ്റവാളി ജയിൽ ചാടിയെന്നും വിവരമറിയിക്കാൻ പോലീസ് നൽകിയ നമ്പറും ദൃശ്യമാധ്യമങ്ങളും ന്യൂസ് വെബ്സൈറ്റുകളും തുടർച്ചയായി നൽകിക്കൊണ്ടേയിരുന്നു. പറ്റ വെട്ടിയ മുടി, ഇടതു കൈപ്പത്തി മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ഇടതു കവളിൽ മുറിവേറ്റ പാട്, ഇവയായിരുന്നു പ്രതിയെ തിരിച്ചറിയാനുള്ള വിവരങ്ങൾ. CCTV ദൃശ്യങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാൻ ആരംഭിച്ചു. പോലീസ് അരിച്ചുപെറുക്കി തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു. റോഡിലൂടെ പോയ എല്ലാ വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചു. ട്രെയിനുകളിലും പരിശോധന ആരംഭിച്ചു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലടക്കം പരിശോധന. ഡോഗ് സ്ക്വാഡ് ജയിലിലെത്തി. ജയിൽ സന്ദർശനത്തിനായി ഇന്നലെ കണ്ണൂരിലെത്തിയ ജയിൽ DGP അടക്കം സെൻട്രൽ ജയിലിലെത്തി. ഇതിനിടെ പുലർച്ചെ 3:30 കണ്ണൂർ DCC പരിസരത്ത് ഗോവിന്ദച്ചാമിയെ കണ്ടതായി ഒരു നിർമ്മാണ തൊഴിലാളി മൊഴി നൽകി. വെള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് ഗോവിന്ദച്ചാമി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രദേശത്ത് ലഭ്യമായ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ജയിൽ ചാടിയ ക്രിമിനലിന്റെ സഞ്ചാരപഥത്തിന് തുടർച്ചയുണ്ടാക്കാൻ പോലീസിന്റെ തീവ്ര ശ്രമം. കിട്ടിയ CCTV ദൃശ്യങ്ങളെല്ലാം ഒറ്റക്കയ്യൻ എന്ന പ്രധാന സൂചന മറച്ചുവെക്കാൻ തലയിൽ തുണിയോ മറ്റോ ചുരുട്ടിവെച്ച് എന്തോ ചുമന്നുകൊണ്ടു പോകുന്ന ഭാവത്തിലായിരുന്നു ഗോവിന്ദച്ചാമിയുടെ സഞ്ചാരം. കണ്ണൂർ തളാപ്പിൽ ഗോവിന്ദച്ചാമിയോട് രൂപസാദൃശ്യമുള്ള ആളെ കണ്ടതായി നാട്ടുകാർ. ജയിലിൽ നിന്ന് മണം പിടിച്ചെടുത്തിയ പോലീസ് ഡോഗ് സ്ക്വാഡ് തളാപ്പ് DCC പരിസരത്തെത്തി. കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. പ്രദേശമാകെ തെരച്ചിൽ ആരംഭിച്ചു. തളാപ്പിലെ കുമാർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ണി ഓഫീസ് വളപ്പിലെ കിണറ്റിൽ ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നു. കിണറ്റിലേക്ക് നോക്കിയ ഉണ്ണിയെ കുത്തിക്കൊല്ലുമെന്ന് ഗോവിന്ദച്ചാമിയുടെ ഭീഷണി. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ വെള്ളത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന് മുങ്ങിയിട്ട് നീർന്ന് എന്നെ കണ്ടപ്പോൾ കുത്തിക്കൊല്ലുന്നും പറഞ്ഞു. പോലീസ് കുതിച്ചെത്തി കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പൊക്കി. മോട്ടോർ തൂക്കിയിട്ട കയറിൽ പിടിച്ചുകിടക്കുകയായിരുന്ന ഗോവിന്ദച്ചാമിയെ കയറിൽ പൊക്കി ഉയർത്തിയെടുക്കുകയായിരുന്നു.
നമ്മുടെ ജില്ലയിലുടനീളം കണ്ണൂർ റേഞ്ചിലും അതുപോലെ സംസ്ഥാനത്തുടനീളമുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ ഈ ഇൻഫർമേഷൻസ് നമുക്ക് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതൊക്കെ കൂടുതൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന 10ാം ബ്ലോക്ക് ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബ്ലോക്കിന് മാത്രമായി പ്രത്യേക മതിലും ഗേറ്റുമുണ്ട്. അകത്തെ ചുമരിന് സമീപം 10 അടിയോളം ആഴത്തിൽ കിടങ്ങ്, പുറം മതിലിന് 7.5 അടി ഉയരം, അതിനു മീതെ വൈദ്യുതി വേലി. ഇതെല്ലാം മറികടന്ന് കൊടും ക്രിമിനൽ ജയിൽ ചാടിയതിലെ ദുരൂഹത തുടരുകയാണ്. അഴികൾക്കിടയിലൂടെ കടക്കാൻ ഗോവിന്ദച്ചാമി കഴിഞ്ഞ കുറേ നാളായി ഭക്ഷണം കുറച്ച് ശരീരഭാരം കുറച്ചിരുന്നു അത്രേ. ഏതായാലും ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിക്കാനായതിന്റെ ആശ്വാസത്തിലും ഒരുപാട് ഗുരുതര ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.